ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ചേതക്ക് ടൂ സ്റ്റോക്ക് എഞ്ചിനീയർ ചേതക്കിൻ്റെ ഒരു സ്പെസിഫിക്കേഷനാണ്. അതായത് ഒരു വണ്ടി എടുക്കുമ്പോൾ അതിനെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ ഉപയോഗിക്കണം, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ വണ്ടിയാണിത്. ചേതക് സൂപ്പർ KL 038254. ഇതാണ് 91 മോഡലാണ്. കോട്ടയത്ത് നിന്നാണ് ഞാൻ എടുത്തത്. കോട്ടയം തൊട്ട് പാലക്കാട് വരെ ഡബിൾസിൽ ഓടിച്ചു വന്ന വണ്ടിയാണിത്. അപ്പോൾ തന്നെ ഊഹിക്കാം എത്ര കംഫർട്ടബിളായ, അത്രയും എഞ്ചിൻ എത്ര പവറാണ്, എന്തൊക്കെ നമുക്ക് ഊഹിക്കാനുള്ളൂ. ഒരു മിസ്സിങ് പോലും അവിടെ ഇതുവരെ കിട്ടിയില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ട് ഓടിച്ചു വന്നു. ഒരു യാത്ര ക്ഷീണം പോലും ഇല്ല. ബുള്ളറ്റ് ചെയ്യുന്ന അതേ ഫീൽ നമുക്ക് കിട്ടി. ആ സീറ്റിംഗ് കപ്പാസിറ്റിയോടെ സുഖമായിട്ട് ഓടിച്ചിട്ട് വരെ നമുക്ക് ബോഡിക്ക് ഒരു ക്ഷീണവും ഉണ്ടായില്ല. എൻ്റെ ചാനലിലെ ലോഗോയാണ് ഇതിൽ പ്രദർശിപ്പിക്കുന്നത്, ഇവൻറ്റ്സ് മീഡിയ. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ വരും, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി പാലക്കാട് ഉൾനാടൻ കാഴ്ചകളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചേതക്ക് കൂടെ ഉണ്ടാവും. നമ്മൾ ഇനി ഇവിടുത്തെ ഉൾനാടൻ കാഴ്ചകളൊക്കെ ഇനി ഈ ചേതക്കിലായിരിക്കും നമ്മുടെ യാത്ര. പിന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിട്ട് ചെറിയൊരു ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ മീറ്റർ എന്ന് പറഞ്ഞാൽ റൗണ്ട് മീറ്ററാണിത്. റൗണ്ട് മീറ്ററാണ് ഇതിലുള്ളത്. പിന്നെ ഇതിപ്പോൾ ഇലക്ട്രോണിക്സിൽ വെച്ചാൽ ചേതക് ഇലക്ട്രോണിക്സിൻ്റെ മോഡലിലൊക്കെ ഒരു വേറെ ടൈപ്പ് ഹാൻഡിലും ഹെഡ്ലൈറ്റ് വലിപ്പവും ഉണ്ടാവും. പിന്നെ ഇതിൽ ഹാൻഡ് ഗിയർ തന്നെ. അപ്പോൾ ക്ലച്ചും ഒരു ഗിയറും വെച്ചാണ്. ഫസ്റ്റ് ഗിയർ, ന്യൂട്രൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 4 ഗിയറാണ് ഇതിലുള്ളത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗിയറൊക്കെ മാറ്റാം. ഫോർത്ത് ഗിയറിലൊക്കെ വണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് പോകാം. പക്ഷേ ബ്ലോക്ക് വരുന്ന ടൈമിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരും. വെച്ചാൽ ഹാൻഡ് ഗിയർ ആയാലും ഗിയർ കറക്റ്റായിട്ട് വീഴണം. അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ബുദ്ധിമുട്ട് വന്ന് പറയാനില്ല. ശീലമായി കഴിഞ്ഞാൽ അത് സുഖമായി ഓടിക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. പിന്നെ ഇത് റൗണ്ട് മീറ്റർ, ഇതാണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹെഡ്ലൈറ്റ്, ഹോണ്, ഹെഡ്ലൈറ്റിൻ്റെ ബ്രൈറ്റ് ലോയും, പിന്നെ അതാണ് ഹോണ്. ഇത് ബ്രൈറ്റ് ആക്കുന്നത് ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണിത്. ബ്രൈറ്റും റൈറ്റ് ആക്കും. പിന്നെ ഇത് വന്നിട്ട് എൻജിൻ ഓഫ് സ്വിച്ചാണ്. ഇപ്പോൾ ചേതയ്ക്ക് തന്നെ എൻജിൻ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ. ടൂ സ്റ്റോക്ക് എഞ്ചിൻ്റെ പഴയ മോഡലിൽ ഇത് എൻജിൻ കമ്പനിയെ പ്രൊവൈഡ് ചെയ്യുന്ന വന്നിരിക്കുകയാണ്. പിന്നെ ഇതിന് ഇത് കീ ചെയിൻ്റെ പൊസിഷൻ ഫ്രണ്ടിലായിരുന്നു. അത് ഞാൻ മാറ്റി ബാക്ക് സൈഡിലേക്ക് ഇവിടേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഓഫ്, ഇത് ഓണ്. ഇത് ഫ്യൂൽ ഇപ്പോൾ ഞാൻ ഓണിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഇത് ഓഫാണ്. ഇപ്പോൾ ഇത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓണാവും. പിന്നെ ചോക്ക് ആവശ്യം വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാവി ഓണാക്കി ഫ്യൂൽ ഓണാക്കി വൺ സൈഡ് ഒന്ന് ചരിച്ചെടുത്ത് ആക്കി കഴിഞ്ഞാൽ ചോക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ ചോക്ക് ഇതുവരെ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അത് ഒറ്റ ചവിട്ടിൽ തന്നെ കിക്കർ ചവിട്ടി തന്നെ വണ്ടി സ്റ്റാർട്ടായി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അത്രയ്ക്കും വണ്ടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടും. അത് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് ഫ്യൂൾ ടാങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൂ സ്റ്റോക്ക് ഓയിൽ മസ്റ്റ്. ഓയിലാണ് ഫസ്റ്റ് അയക്കേണ്ടത്. പിന്നെ വന്നിട്ട് പെട്രോളാണ്. അല്ലെങ്കിൽ ഇതിൽ പ്ലഗ് അടിച്ചു പോകുന്ന ചാൻസ് കൂടുതലാണ്. എഞ്ചിന് വരെ പണി വരെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് ബ്രേക്ക് ലൈറ്റ്, ഒരു ലുക്കാണ് വണ്ടി എന്ന് പറയുന്നത്. അത്രയ്ക്ക് കംഫർട്ടബിൾ ലുക്കായ ഒരു വണ്ടി തന്നെയാണ്. ഇതിൽ ഓടിക്കാനും സുഖം, അതിലേറെ സുഖം എന്താ വെച്ചാൽ ഈ വണ്ടി ഓടിച്ചാൽ പിന്നെ ഇത് കൊടുക്കാനോ ഇത് അത്രയ്ക്കും സൂപ്പറാണ്. പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റിയാണിത്. ഇതിൽ സ്റ്റോറേജ് നമുക്ക് നന്നായിട്ട് ഒരു പണ്ടത്തെ ഫാമിലി ഉപയോഗിച്ചൊരു ഫാമിലി വണ്ടി തന്നെയാണ് ചേതക് എന്ന് പറയുന്നത്. ഫാമിലിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വണ്ടിയാണ്. ഇപ്പോൾ എൻജിൻ ഓഫ് സ്വിച്ചാണ്. ഇതിപ്പോൾ നമ്മൾ അവിടെ സ്വിച്ച് കൊണ്ടു. അത് കൂടാതെ ഈ എൻജിൻ എപ്പോഴും ഓണായിരിക്കണം. ഓഫ് ചെയ്യുന്ന കാര്യമില്ല. എൻജിൻ ഓണായിരിക്കണം. ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടായില്ല. സിംഗിൾ സീറ്റാണിത്. സീറ്റിന് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. സീറ്റിൻ്റെ കുറച്ച് വർക്ക് ചെയ്യണം. ബാക്ക് സീറ്റ് അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മാറ്റ് ഇട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിൽ എൻജിൻ പൊസിഷനാണ്. ഇതിൻ്റെ കവർ നമുക്കൊന്ന് അഴിക്കണം. എൻജിന് കവറൊന്ന് അഴിച്ചു. അപ്പോൾ എൻജിൻ കവർ അഴിച്ചിരിക്കുകയാണ്. ഇതാണ് കിക്കർ എന്ന് പറയുന്നത്. കിക്കർ ഒറ്റ സ്റ്റാർട്ടിന് കിക്കർ സ്റ്റാർട്ട് ചെയ്താലാണ് കാർബറേറ്റർ വരും. കാർബറേറ്റർ, ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ, ഇതെല്ലാം ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഈ സൈഡാണ്, റൈറ്റ് സൈഡായിട്ട് വരുന്ന ഒരു എൻജിനാണ്. ഇതാണ് എൻജിൻ. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു എൻജിനാണിത്. നമ്മൾ ബൈക്ക്, കാർ അങ്ങനെയുള്ള ഒരു എൻജിൻ. ടൂ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സിമ്പിൾ. ഇത് ടൂ സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നവന് മാത്രമേ ടൂ സ്റ്റോക്ക് എൻജിൻ വണ്ടി പണിയുള്ളൂ. വേറെ എവിടെയും കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പണിയില്ല. അത്രയ്ക്കും വണ്ടി കാണുമ്പോൾ തന്നെ ഭയങ്കര ലുക്കാണ്. എന്ന് വെച്ചാൽ അതിൻ്റേതായ നല്ല ഒരു കംഫർട്ടായി ഓടിക്കാനും എല്ലാത്തിനും ഒരു സുഖം തന്നെയാണിത്.
നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വണ്ടി ചാവി ഓണാക്കി ഫ്യൂൽ ഓണാക്കിയിട്ട് റൈറ്റ് സൈഡ് ചരിച്ച് വെച്ചാലാണ് വെച്ചാൽ ഫ്യൂല് എഞ്ചിനിലേക്ക് ഇറങ്ങണം. അപ്പോൾ ചാവി ഓണാക്കാം. ഓണാണ് അങ്ങനെ ഇത് ഓണ്, ഫ്യൂല് ഓണാക്കി. എന്നിട്ട് വണ്ടി ഒന്ന് ചരിക്കണം. വെച്ചാൽ എഞ്ചിനിലേക്ക് ഫ്യൂൽ ഇറങ്ങണം. ഇറങ്ങിയിട്ട് കിക്കൽ ഒറ്റ സ്റ്റാർട്ടിൽ സ്റ്റാർട്ടാകണം. എന്നാലാണ് ഇതിൽ എഞ്ചിൻ പക്കയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒറ്റ ചവിട്ടിൽ വണ്ടി സ്റ്റാർട്ടാകണം. സൗണ്ട് സ്മൂത്ത് സൗണ്ടാണ്. ഈ സൗണ്ടാണ് ഇതിലാണ് ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഈ സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരു സ്മൂത്ത് സൗണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് കുറച്ച് പുക വരും, സ്റ്റാർട്ടിങ് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പുക വരില്ല. പിന്നെ ബ്രേക്ക് ലൈറ്റ്, സൈലൻസർ ഇതോടെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് പുക വരും, പിന്നെ വരില്ല. അതിൽ ഫിറ്റായിട്ട് നമുക്ക് പിന്നെ പിടിക്കാം. സൈഡ് സ്റ്റാൻഡാണ്, സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ട് ഇതിൽ. പിന്നെ മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം മാറ്റ് ഇട്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോം ഹോളുണ്ടോ, കുറച്ച് തുരുമ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. പ്ലാറ്റ്ഫോം മാറ്റ് ഇട്ടിരിക്കുകയാണ്. മാറ്റ് ഇട്ട് കൊണ്ട് വല്ല പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാം. വണ്ടീൻ്റെ സ്മൂത്ത് സൗണ്ട് കേൾക്കുന്നില്ലേ, തന്നെയാണ് വേണ്ടത്. ഈ സൗണ്ട് കറക്റ്റായിട്ട് ഇരിക്കണം. എന്നാലാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എഞ്ചിൻ സൂപ്പറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എഞ്ചിൻ ഓഫ് സ്വിച്ചാണ്. വിളിക്കേണ്ടി വന്നിട്ടുണ്ട്. വണ്ടി ഓഫാവാൻ വേണ്ടിയിട്ട് വണ്ടി ഓഫ് ചെയ്താണ്. വണ്ടി ഓഫ് ചെയ്തു. അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് ഇതിലൂടെ വരുന്നതായിരിക്കും. നമ്മുടെ ഈ ചേതക്കൊണ്ടുള്ള പാലക്കാട് ഉൾനാടൻ കാഴ്ചകൾ ഞാൻ ഈ ചേതക്കിലൂടെ കാണിച്ചു തരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഒന്നുകൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ആവർത്തിക്കുകയാണ്, ഇവൻറ്റ്സ് മീഡിയ. ബെൽ ബട്ടൺ അമർത്തണം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ ഇതിൽ ഓൺലൈൻ പാർട്സായിട്ടാണ് ഇതിൻ്റെ എല്ലാ സ്പെയർ പാർട്സ് എല്ലാം കിട്ടുന്നത് ഓൺലൈനിലാണ്. ഇപ്പോൾ വിൻറ്റേജ് ക്ലാസിക് ക്രൂട്ടേഴ്സ് ക്ലബ്ബുണ്ട്, BCSC അതൊരു ക്ലബ് ഗ്രൂപ്പ് വരെയുണ്ട്. അതിനായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റു പല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അവരത് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കാം ഗ്രൂപ്പിലൊക്കെ ആക്കിയിട്ടാണ് ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ സ്പെയർ പാർട്സ് ഒരുപാട് ഞാൻ പഠിച്ചു. ഇപ്പോൾ കോയമ്പത്തൂരും കാലിക്കറ്റിലാണ് ഇതിൻ്റെ സ്പെയർ പാർട്സ് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. അരുൺ, ഗുഡ് ബൈ.